അമേരിക്കയും ബ്രിട്ടനും തമ്മിലുണ്ടായിട്ടുള്ള കടുത്ത തർക്കമാണ് ഒടുവിൽ ഒരു വിചിത്ര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. രണ്ട് വൻ ശക്തികളെ പരസ്പരം പോർക്കളത്തിലെത്തിച്ച ഒരു സംഭവം നമുക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. ഒരു പന്നിയുടെ ജീവൻ എടുത്തിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു യുദ്ധം, ചരിത്രത്തിലെ ഏറ്റവും വിചിത്രപരമായിട്ടുള്ള പന്നി യുദ്ധം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. ചരിത്രത്തിലെ മനുഷ്യർ തമ്മിലുള്ള യുദ്ധങ്ങൾ വലിയ രക്തച്ചൊരിച്ചിലുകൾക്കും നാശനഷ്ടങ്ങൾക്കും കാരണമായിട്ടുണ്ടെങ്കിലും ഒരേ ഒരു പന്നിയുടെ മരണം എന്ന് പറയുന്നത് രണ്ട് വൻ ശക്തികളെ പരസ്പരം പോർക്കളത്തിലെത്തിച്ച ഒരു സംഭവം നമുക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. വൻകൂവർ ഐലൻഡിനും വാഷിങ്ടൺ ടെറിട്ടറിക്കും ഇടയിലുള്ള മനോഹരമായിട്ടുള്ള സാൻ ജുവാൻ ദ്വീപുകളുടെ അതിർത്തി നിർണയത്തെ ചൊല്ലിയിട്ട് അമേരിക്കയും ബ്രിട്ടനും തമ്മിലുണ്ടായിട്ടുള്ള കടുത്ത തർക്കമാണ് ഒടുവിൽ ഒരു വിചിത്ര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കേവലം ഏതാനും സെഞ്ചുറികൾക്ക് മുൻപ് നടന്ന ഈ സംഭവം ചരിത്ര പുസ്തകങ്ങളിൽ ഇന്നും കൗതുകമുണർത്തുന്ന ഒരു ഏടായിട്ട് അവശേഷിക്കുന്നു. ഈ അസാധാരണ സംഘർഷത്തിന് തിരികൊളുത്തിയത് യാതൊരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ലാത്ത എന്നാൽ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ഒരു സാധാരണ പന്നിയാണ്. അമേരിക്കൻ കുടിയേറ്റക്കാരായിട്ടുള്ള ലൈമാൻ കട്ട്ലർ എന്നയാളുടെ നോട്ടത്തിൽ അതിക്രമിച്ചു കയറി വിളകൾ നശിപ്പിച്ച ആ പന്നിയെ അദ്ദേഹം ദേഷ്യത്തിൻ്റെ പുറത്ത് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ആ പന്നിയുടെ കൊലപാതകം ഇരു രാജ്യങ്ങളുടെയും പ്രാദേശിക അധികാരങ്ങൾക്കിടയിൽ വലിയൊരു അഭിമാന പ്രശ്നമായി മാറി. ഒരു പന്നിയുടെ ജീവത്യാഗം ബ്രിട്ടനും അമേരിക്കയുമായിട്ട് തമ്മിലുള്ള നയപരമായിട്ടുള്ള ബന്ധങ്ങളെയാണ് പെട്ടെന്ന് കീഴ്മേൽ മറിച്ചത്. പന്നിയെ കൊന്ന അമേരിക്കക്കാരനെ അറസ്റ്റ് ചെയ്യുമെന്ന് ബ്രിട്ടീഷുകാർ ഭീഷണിപ്പെടുത്തിയപ്പോൾ തൻ്റെ രാജ്യത്തിൻ്റെ അവകാശത്തിനായിട്ട് തോക്കെടുക്കാൻ അമേരിക്കൻ സൈന്യം തയ്യാറായി. അങ്ങനെ വളരെ നിസ്സാരമെന്ന് തോന്നിച്ച ഈ തർക്കം ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള രണ്ട് രാജ്യങ്ങളുടെ സൈന്യങ്ങളെയും മുഖാമുഖം നിലനിർത്തുന്ന ഒരു വിചിത്രമായിട്ടുള്ള യുദ്ധ സാഹചര്യത്തിലേക്ക് നയിക്കുകയായിരുന്നു. എന്നാൽ ഇതിനെ യുദ്ധം എന്ന് പേരിട്ട് വിളിച്ചുവെങ്കിലും ഈ ചരിത്ര സംഭവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുഭാഗത്തു നിന്നും മനുഷ്യരുടെ ജീവനുകൾ യാതൊരു വിധത്തിലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നതൊരു ചരിത്ര സത്യമാണ്. വെടിയേറ്റു വീണ ആ പന്നി മാത്രമായിരുന്നു ഈ സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഏക ജീവി എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ചരിത്രകാരന്മാർ ഇതിനെ ഒരു യഥാർത്ഥ യുദ്ധമായിട്ട് കണക്കാക്കാതെ ഇരുപക്ഷത്തിൻ്റെ വടംവലിയായിട്ട് മാത്രമാണ് ഇതിനെ വിലയിരുത്തിയത്. കാലം മാറും തോറും ഈ സംഭവത്തിന് വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് ചരിത്രം നൽകിയത്. ദ്വീപിനെ എപ്പിസോഡ്, ദി പിഗ് ആൻഡ് പൊട്ടാറ്റോ വാർ, അതേപോലെ തന്നെ സാൻ ജുവാൻ ബൗണ്ടറി ഡിസ്പ്യൂട്ട് എന്നിങ്ങനെ പല പേരുകളിലാണ് ഈ വിചിത്ര സംഭവം അറിയപ്പെടുന്നത്. ഒരു ഉരുളക്കിഴങ്ങ് തോട്ടത്തിൽ പന്നി കയറിയതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ പന്നിയും ഉരുളക്കിഴങ്ങും തമ്മിലുള്ള യുദ്ധം എന്ന തമാശ രൂപത്തിലുള്ള പേരും ഇതിന് ലഭിക്കുകയുണ്ടായി. ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയൊരു ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയും ബ്രിട്ടനും അന്ന് വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള നയപരമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിയത്. അതായത് ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ സാൻ ജുവാൻ ദ്വീപുകളിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് സംയുക്തമായിട്ടുള്ള ഒരു സൈനിക ക്യാമ്പുകൾ സ്ഥാപിച്ച് സമാധാനപരമായിട്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു പന്നിയുടെ പേരിൽ തുടങ്ങിയ തർക്കം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളുടെയും സംയുക്ത ഭരണത്തിൻ്റെ കീഴിൽ, അതായത് സമാധാനമായിട്ടുള്ള ഒരു പരീക്ഷണമായിട്ട് മാറി എന്നുള്ളതാണ്. ഈ പ്രശ്നത്തിന് ശേഷം ഏതാണ്ട് 12 വർഷത്തോളമാണ് അമേരിക്കൻ ബ്രിട്ടീഷ് സൈനികർ യാതൊരുവിധ സംഘർഷങ്ങളുമില്ലാതെ ആ ഒരു ദ്വീപിൽ ഒരേ ക്യാമ്പിൽ സൗഹൃദത്തോടു കൂടിയിട്ട് കഴിഞ്ഞുകൂടിയത്. സന്ധ്യാനേരങ്ങളിൽ പരസ്പരം മദ്യപിച്ചും ഗെയിമുകൾ കളിച്ചും അതേപോലെ തന്നെ ആ സൈനികർ ജീവിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല ഈ സംഭവത്തിൻ്റെ മറ്റൊരു കൗതുകകരമായിട്ടുള്ള വശമാണ് ചരിത്രത്തിൽ മറ്റൊരു സൈന്യവും കാണിക്കാത്ത അപൂർവമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ മാതൃകയാണ് സാൻ ജുവാൻ ദ്വീപിലെ ആ 12 വർഷങ്ങൾ ലോകത്തിന് സമ്മാനിച്ചത്. ഒടുവിൽ അന്താരാഷ്ട്ര കോടതിയുടെ ജർമ്മൻ ചക്രവർത്തിയായിരുന്ന കൈസർ വിൽഹെം ഒന്നാമൻ്റെയും മധ്യസ്ഥതയിലൂടെ ഈ അതിർത്തി തർക്കത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചു. ദ്വീപ് മുഴുവൻ അമേരിക്കയുടെ ഭാഗമായി പ്രഖ്യാപിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിധി വരികയും ബ്രിട്ടീഷ് സൈനികർ അവിടെ നിന്നും സമാധാനപരമായിട്ട് പിൻവാങ്ങുകയും ചെയ്തു. അങ്ങനെ രക്തച്ചൊരിച്ചിലുകൾ ഒന്നുമില്ലാതെ ഒരു നയതന്ത്ര വിജയത്തിലൂടെ
ആ തർക്കം പൂർണ്ണമായിട്ട് അവസാനിച്ചു. ഇന്നത്തെ കാലത്തെ ആധുനിക ലോകത്തിലെ നിസ്സാര കാര്യങ്ങൾ പോലും വലിയ യുദ്ധങ്ങളിലേക്കും നാശനഷ്ടങ്ങളിലേക്കും നയിക്കുമ്പോൾ ഒരു പന്നിയുടെ പേരിൽ തുടങ്ങി സമാധാനത്തിൽ അവസാനിച്ച ഈ ഒരു ചരിത്രം എന്ന് പറയുന്നത് വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. ശത്രുത മാറ്റിവെച്ച് ചർച്ചകളിലൂടെയും സമാധാനത്തിലൂടെയും ഏത് വലിയ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് സാൻ ജുവാൻ ദ്വീപിലെ ആ പന്നി യുദ്ധം മനുഷ്യരെ ഒട്ടാകെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്.